ഐക്യകേരളം 69ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ പ്രത്യേക ചിത്രീകൃത പരിപാടി. രചന മുരളീധരൻ തഴക്കര. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുവാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ രാജ്യം സ്വതന്ത്രമായി ഏതാണ്ട് ഒരു ദശാബ്ദമെത്തിയപ്പോൾ 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നു. തിരുവിതാംകൂർ, കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളും മദ്രാസ് പ്രവിശ്യയിൽ ഉൾപ്പെട്ട മലബാറും തെക്കൻ കാനറയിലെ കാസർഗോഡ് താലൂക്കും ചേർത്ത് മലയാള ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളെ സംയോജിപ്പിച്ച് ഐക്യകേരളം എന്ന മലയാളികളുടെ ചിരകാല അഭിലാഷം സാക്ഷാത്കരിക്കപ്പെട്ടു. കേരള പിറവിയുടെ 69ാം ജന്മദിനവേളയിൽ ലോകത്തിന്റെ എല്ലാ പ്രദേശത്തും വസിക്കുന്ന മലയാളികൾക്കും ഹൃദയംഗമമായ കേരളപ്പിറവി ദിനാശംസകൾ നേരട്ടെ. ഭാഷാടിസ്ഥാനത്തിൽ ഐക്യകേരളത്തിനായി നടന്ന പ്രക്ഷോഭങ്ങളെയും അതിനെ നെടുനായകത്വം വഹിച്ച ഉൽപ്പത്തിഷ്ണുക്കളെയും ആദരപൂർവ്വം നമിക്കുന്നു. ചിന്നിച്ചിതറിക്കിടന്ന നാട്ടുരാജ്യങ്ങളെയും പ്രവിശ്യകളെയും സംയോജിപ്പിച്ചതിലൂടെ കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടങ്ങളുടെ നാൾവഴികൾ പരിശോധിക്കേണ്ട ചരിത്ര മുഹൂർത്തം കൂടിയാണ് നമ്മുടെ നാട് പിന്നിട്ട 69 സംവത്സരങ്ങൾ.
വിശിഷ്യ ഐക്യ കേരളത്തിന്റെ ഈ പിറന്നാൾ വേളയിൽ ഐക്യമത്യം മഹാബലം എന്ന പഴമൊഴി അക്ഷരാർത്ഥത്തിൽ അർത്ഥപൂർണമായി. കേരളം എല്ലാ രംഗത്തും കൈവരിച്ച വളർച്ചയ്ക്കും വികാസത്തിനും ഈ ചരിത്രപരമായ സംയോജനം നാന്ദിയായി. പരശുരാമൻ മഴുയെറിഞ്ഞാണ് കേരളം ഉണ്ടായതെന്ന് ഐതിഹ്യ കഥകൾ പറയുമ്പോൾ കേരവൃക്ഷങ്ങളുടെ സ്വന്തം തട്ടകമായതിനാലാണ് കേരളം എന്ന പേര് വന്നതെന്ന് മറ്റൊരു അഭിപ്രായഗതി. ചേര രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്ന നാട് ചേരളമായിരുന്നെന്നും അത് പറഞ്ഞു പറഞ്ഞ് കാലാന്തരത്തിൽ കേരളമായി എന്ന് മറ്റൊരു നിഷ്പത്തി. ഐതിഹ്യങ്ങളും കഥകളും എന്തുതന്നെയായിരുന്നാലും കഥകളിയുടെയും കളരിപ്പയറ്റിന്റെയും വള്ളംകളിയുടെയും തെയ്യത്തിന്റെയും തിറയുടെയും ആയുർവേദത്തിന്റെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും പെരുമയുള്ള ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നായ കേരളം വിദ്യാഭ്യാസത്തിലും സാക്ഷരതയിലും ആരോഗ്യത്തിലും ആയുർദൈർഘ്യത്തിലും തുടങ്ങി ഒട്ടുവളരെ മേഖലകളിൽ പ്രഥമഗണനീയ സ്ഥാനത്താണെന്നത് അഭിമാനപൂർവ്വം നമുക്ക് സ്മരിക്കാം. ലോകത്തിന്റെ ഏതു കോണിൽ ചെന്നാലും അവിടെ ഒരു മലയാളി ഉണ്ടാകും, ഒരു കേരളീയനെ കണ്ടുമുട്ടാൻ കഴിയും എന്നത് തമാശ രൂപേണ നാം പറയാറുണ്ട്. അത് കേവലം തമാശയല്ല, ഏറെക്കുറെ യാഥാർത്ഥ്യമാണ്. അതിന്റെ പ്രധാന കാരണം വിദ്യാഭ്യാസ രംഗത്ത് കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടങ്ങളും 91% അധികരിച്ച സാക്ഷരതാ നിരക്കും സർവോപരി നാടു പകർന്നു നൽകിയ ആത്മവിശ്വാസവും ഇച്ഛാശക്തിയുമാണ്. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി, എന്നും മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ, പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ. മോഹം എന്നും മുത്തശ്ശി കഥ കേട്ടുറങ്ങ, ഒത്തിരി മോഹം മുത്തശ്ശി കഥ കേട്ടുറങ്ങ. എനിക്ക് വീടുമതി, നാടിൻ നന്മ മതി, പഴമയ്ക്ക് കൂട്ടായി ഞാനും എന്നും അറിയാതെ പറയാതെ സ്വപ്നങ്ങളിൽ വന്നണയും സഖി. നിൻ മനസ്സും മതി. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി, എന്നും മതിലുകളില്ല സ്നേഹത്തേരാളി. ഒത്തിരി ഇഷ്ടം ഇന്നും മുറ്റത്തെ കളിയൂഞ്ഞാലാട. ഒത്തിരി ഇഷ്ടം മുറ്റത്തെ കളിയൂഞ്ഞാലാട. ഓർക്കാൻ കനവുമതി, കൂട്ടായി അമ്മ മതി, പണ്ടത്തെ പോലെന്നും ഞാനും ഇനി നിറവാർന്ന നിനവായി സല്ലപിക്കാൻ ഞാൻ അച്ഛനായി കാണും. ഈ തേന്മാവും മതി. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി, എന്നും മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ, പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ. 1956 നവംബർ 1 -ന്
കേരളം പിറവിയെടുക്കുകയും 1957 ഫെബ്രുവരി 28 ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തു. EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ രാജ്യത്താദ്യമായി ബാലറ്റിലൂടെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നു എന്നതും ചരിത്രത്തിന്റെ ഭാഗമാണ്. കേരള പിറവിക്കു ശേഷമുണ്ടായ ആദ്യത്തെ ജനകീയ ജനാധിപത്യ സർക്കാർ നാട്ടുരാജാക്കന്മാരിൽ നിന്നും ഭരണം ജനങ്ങളിലേക്കും ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിലേക്കും കൈവന്നു. കേരളത്തിന്റെ ജനസംഖ്യ 3.5 കോടിയിലേറെയാണ്. ഏതാണ്ട് 3.61 കോടിയാണെന്നാണ് ലഭ്യമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഐക്യ കേരളം പിറവിയെടുക്കുമ്പോൾ ആകെ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് 14 ജില്ലകളായി ഉയർന്നിരിക്കുന്നു. വശ്യസുന്ദരമായ ഭൂപ്രകൃതിയാൽ അനുഗ്രഹീതമാണ് കേരളം. 580 കിലോമീറ്റർ ദൈർഘ്യമുള്ള കടൽ തീരം, കോവളവും വർക്കലയും ബേക്കലുമടക്കമുള്ള 7ഓളം പ്രധാന ബീച്ചുകൾ, അഷ്ടമുടിയും കുമരകവും പാതിര മണലുമടക്കം സൗന്ദര്യം തുള്ളിത്തുളുമ്പുന്ന കായൽ കാഴ്ചകൾ, മൂന്നാറും നെല്ലിയാമ്പതിയും പൊന്മുടിയുമടക്കം എത്രയെത്ര മലയോര കേന്ദ്രങ്ങൾ, ഹൃദയഹാരിയായ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങൾ. ടൂറിസത്തിന്റെ രംഗത്ത് കേരളം മൊത്തമായി തന്നെ വിനോദസഞ്ചാരികളുടെ ഹരിത സുന്ദര ഹബ്ബായി മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭൂപ്രകൃതിയാൽ സമ്പന്നമായ കേരളം ലോകത്തിലെ സന്ദർശനം നടത്തേണ്ട 50 സ്ഥലങ്ങളുടെ പട്ടികയിൽ നാഷണൽ ജിയോഗ്രഫിക് മാഗസിൻ കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്നത്. സഖ്യതാനുശ്രുതി ചേർത്തുവെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. സഖ്യതാനുശ്രുതി ചേർത്തുവെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരപതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം. ഓ നിസ്വനം, കളനിസ്വനം. സഖ്യതാനുശ്രുതി ചേർത്തുവെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഹരിതഭംഗികളിയാടിടുന്ന വയലേലകൾക്കു നീർക്കുടവുമായി. ഹരിതഭംഗികളിയാടിടുന്ന വയലേലകൾക്കു നീർക്കുടവുമായി. നാട്ടിലാകെ നടമാടിടുന്നിതാ പാട്ടുകാരികൾ ചോലകൾ. ഓ ശ്യാമകേര കേദാരമേ, ശ്യാമകേര കേദാരമേ, ശാന്തി നിലയമായി വെൽകതി, ശാന്തി നിലയമായി വെൽകതി, ശാന്തി നിലയമായി വെൽകതി, ശാന്തി നിലയമായി വെൽകതി. സഖ്യതാനുശ്രുതി ചേർത്തുവെച്ച മണിവീണയാണെന്റെ കേരളം. നീല
നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. നീർത്തി നടമാടിടുന്നു തൈത്തെങ്ങുകൾ കുളിർത്തെന്നലിൽ. തീരി നീർത്തി നടമാടിടുന്നു തൈത്തെങ്ങുകൾ കുളിർത്തെന്നലിൽ. കേളികൊട്ടിലുയരുന്നു കഥകളി കേളിലെ ശാന്തരങ്ങളിൽ. ഓ സത്യധർമ്മകേദാരമേ സത്യധർമ്മകേദാരമേ സ്നേഹസദനമായി വെൽകനി സ്നേഹസദനമായി വെൽകനി സ്നേഹസദനമായി വെൽകനി സ്നേഹസദനമായി വെൽകനി. സത്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം. ഓ നിസ്വനം കളനിസ്വനം. സത്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. സത്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. രാജ്യത്ത് ആദ്യമായി ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ ഖ്യാതിയും കേരളത്തിന് അവകാശപ്പെട്ടതാണ്. 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, 87 നഗരസഭകൾ, 6 കോർപ്പറേഷനുകൾ എന്നിങ്ങനെ പ്രാദേശിക സർക്കാരുകൾ വികേന്ദ്രീകൃത വികസന സംവിധാനത്തിന്റെ അടിസ്ഥാനശിലയായി ഇവിടെ നിലകൊള്ളുന്നു. വനിതാ ശാക്തീകരണവും അടുക്കള മുറ്റത്തെ ബാങ്കിങ്ങും സ്വയം തൊഴിൽ സംരംഭങ്ങൾ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന കുടുംബശ്രീ മിഷനും രാജ്യത്തിനാകെ പകർന്നു നൽകുന്ന ഉദാത്ത സ്ത്രീ മുന്നേറ്റത്തിന്റെ മാതൃകയാണ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട കേരളം മാതൃഭാഷയായ മലയാള വാരാചരണത്തിനും കേരളപ്പിറവിയോടനുബന്ധിച്ചുള്ള ഒരാഴ്ചക്കാലം പ്രത്യേകമായ ഊന്നൽ നൽകുന്നുണ്ട്. പെറ്റമ്മയ്ക്കും പിറന്ന നാടിനുമൊപ്പം പോറ്റമ്മയായ മാതൃഭാഷയെയും മലയാളത്തെയും ഹൃദയപക്ഷം ചേർത്തു കാണണമെന്ന സന്ദേശമാണ് മാതൃഭാഷാ വാരാചരണത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. മറ്റു പല രംഗങ്ങളിലും നേട്ടങ്ങളുടെയും കുതിപ്പുകളുടെയും കണക്കും കാര്യവുമാണ് കേരളത്തിന് പറയാനുള്ളതെങ്കിൽ കൃഷിയുടെയും വ്യവസായത്തിന്റെയും രംഗത്ത് ഇനിയും ബഹുദൂരം നാം മുന്നേറേണ്ടതുണ്ട്. അതിനായുള്ള കഠിനമായ പരിശ്രമം അനിവാര്യമാണ്. 2026 എത്തുമ്പോൾ കേരള പിറവിയുടെ 70ാം വാർഷികത്തിലേക്ക് നാം കടക്കുകയാണ്. കൈവരിച്ച നേട്ടങ്ങൾ സുസ്ഥിരമായി നിലനിർത്തുകയും ദിശാബോധത്തോടെയുള്ള പദ്ധതികളുടെ ആസൂത്രണവും സമയബന്ധിത നിർവഹണവും നടത്തി എല്ലാ വെല്ലുവിളികളെയും നേരിടുവാൻ നമുക്ക് കഴിയണം. അനന്ത സാധ്യതകളുള്ള ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ കേരളത്തിന്റെ സർവതോന്മുഖമായ വികസനത്തിന് സ്വന്തം പെറ്റമ്മയെന്ന് വിശേഷിപ്പിക്കാവുന്ന മലയാള ഭാഷയുടെ വികാസത്തിനും വളർച്ചയ്ക്കും ആത്മാർപ്പണം നടത്താമെന്നും കേരള പിറവിയുടെ ഈ അവസരത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരള
കദംബം പൂക്കും കേരളം കേരകേളി സദനമാമെൻ കേരളം. ഐക്യ കേരളം 69ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ പ്രത്യേക ചിത്രീകൃത പരിപാടി സമാപിച്ചു. രചന മുരളീധരൻ തഴക്കര, ആഖ്യാനം അശ്വിനി ജയാർ, സാക്ഷാത്കാരം ജി സന്തോഷ് കുമാർ, അവതരണം ആകാശവാണി ശ്രീ വിജയപുരം നിലയം. പൂവണിപ്പൊന്നും ചിങ്ങപ്പൂവിളി കേട്ടുണരും കുന്നെല്ലിൻ പാടത്തിലൂടെ മാവേലി മന്നന്റെ മാണിക്യത്തേരുവരും മാനസ പൂക്കളങ്ങളാടും കേരളം കേരളം കേളി കൊട്ടുയരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം കേരകേളി സദനമാമെൻ കേരളം. നീരദമാലകളാൽ പൂവിടും മാനം കണ്ട് നീളാനദി ഹൃദയം പാടും തോണിപ്പട്ടലിയ